എന്നാൽ താൻ കേസ് കൊടു എന്ന് പറയുമ്പോൾ ഞാൻ കേസ് കൊടുക്കാൻ തൽക്കാലം ഉദ്ദേശിക്കുന്നില്ല. ഞാൻ കേസ് കൊടുത്താൽ ഞാൻ വക്കീലിന് ഫീസ് കൊടുക്കണം, കോടതി ഫീസ് കൊടുക്കണം, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ ചെയ്യണം. പക്ഷെ സുകുമാരൻ നായർ മന്നത്ത് ആചാര്യൻ പിടിയേരി ശേഖരിച്ചുണ്ടാക്കിയ NSSന്റെ പണമെടുത്ത് സുകുമാരൻ നായർ കേസ് നടത്തും. ഇനി പറയാനുള്ളത് ജനങ്ങളോട് പറയും, ജനകീയ കോടതിയിൽ പറയും. ജനങ്ങൾ അത് ശരിയോ എന്ന്, ഞാൻ പറയുന്ന കാര്യങ്ങൾ ശരിയോ എന്ന് ജനങ്ങൾ ചിന്തിക്കുക. ഞാൻ എല്ലാവരും പറഞ്ഞാലുണ്ട്, കരയോഗത്തിലെ അംഗത്വം ആരും ഉപേക്ഷിക്കരുത്. എല്ലാവരും NSSന്റെ ഉള്ളിൽ നായർ സർവീസ് സൊസൈറ്റിക്കുള്ള നായർ ഭൃത്യ സമാജം എന്ന പേരിൽ മന്നത്ത് ആചാര്യൻ തുടങ്ങിയ ഈ മഹാപ്രസ്ഥാനത്തിന്റെ ഉള്ളിൽ നിൽക്കുക. പുറത്തു പോകരുത്. പുറത്തു പോകുന്ന ഇവർക്കൊരു അവസരമാണ്. അതുകൊണ്ട് പുറത്തു പോകരുത്. അനീതി ചെയ്യുന്നവർ പിടിക്കപ്പെടണം. അദ്ദേഹം ഇന്നലെ നിങ്ങളോട് പറഞ്ഞത് കൊച്ചുമോന് 2 മാസം മുമ്പ് ലാബ് അസിസ്റ്റന്റായിട്ട് +2 ജോലി കൊടുത്തു. ധനലക്ഷ്മി ബാങ്കിന് എന്തിന് പൈസ എടുത്തു മാറ്റി, എന്തിന് തിരിച്ചിട്ടു? തമിഴ്നാട്ടിലുണ്ടായിരുന്ന ശ്രീ അയ്യപ്പ കോളേജ്, ആ കോളേജ് എവിടെ? ആ കോളേജിന്റെ ഇപ്പോഴത്തെ മാനേജർ ആരാണ്? ആ കോളേജിന്റെ ഇപ്പോഴത്തെ ഉടമസ്ഥരാരാണ്? ആ കോളേജിന്റെ സ്ഥിതി എന്താണ്? എന്റെ ഉത്തരം ചോദിക്കുമ്പം കൊഞ്ഞനം കുത്തിയാൽ മതിയോ?